കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പ്രവാസിയായ ഷാഫി ഇപ്പോൾ എവിടെ? താനല്ല തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് ആരോപണ വിധേയനായ കൊടുവള്ളി സ്വദേശി സാലി തുറന്നു പറയുന്നുണ്ട്. പിന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ? കടത്തിക്കൊണ്ടുപോയി എന്ന് കരുതുന്ന ഒരു കാറ് കാസർഗോഡ് ഒന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഷാഫിയുടെ മൊബൈൽ ഫോണും പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു. ഈ സംഭവത്തിൽ പല ദുരൂഹതകളും സംശയിക്കുകയാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പരപ്പൻപോയിൽ കുറുന്തോട്ടിക്കണ്ടി ഷാഫിയെ തോക്കുമായി എത്തിയ സംഘം വീട്ടിൽ നിന്നും കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. അന്നു മുതൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഉത്തരമേഖല DIG പുട്ടവിമലാദിത്യ 2 തവണ താമരശ്ശേരിയിലെത്തി കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തി. റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ താമരശ്ശേരിയിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ചു. എന്നാൽ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ എവിടേക്കാണ് കൊണ്ടുപോയതെന്നോ കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. സംഘം ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഒരു കാറ് കാസർഗോഡ് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചെർക്കളയിലെ കാർ ഷോറൂമിൽ നിന്നാണ് ഈ കാർ കസ്റ്റഡിയിലെടുത്തത്. ഇത് വാടകയ്ക്ക് നൽകിയ മേൽപ്പറമ്പ് സ്വദേശിയും കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഇയാൾക്ക് കൃത്യത്തിൽ പങ്കുള്ളതായി സൂചനയില്ല. അതിനിടെ തട്ടിക്കൊണ്ടുപോകലിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കി ആരോപണ വിധേയനായ കൊടുവള്ളി സ്വദേശി സാലി രംഗത്തെത്തി. എനിക്ക് മനസ്സിലായ മനഃപൂർവ്വം ഇതിൽ എന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് സംശയം തോന്നിയ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ മെയിലുകൾ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടു എൻ്റെ മെയിലുകളും എല്ലാ സാധനങ്ങളും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നു. ഇതിൽ മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത് എൻ്റെ പേരിലാക്കിയിട്ട് പല ആളുകളും ശ്രമിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായത്. സൗദി എയർപോർട്ടിൽ നിന്നും കവർച്ച ചെയ്ത 366 കിലോ സ്വർണം വിൽപ്പന നടത്താൻ ഷാഫിയെയും സഹോദരനെയും ഏൽപ്പിച്ചുവെന്നും ഇതിന്റെ പണം നൽകാതെ കബളിപ്പിച്ചുവെന്നുമാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ചിലർ മൊഴി നൽകിയത്. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 താമരശ്ശേരി.